കസ്റ്റഡിയിലെടുത്തു വരുന്നതിനിടെ കോഴിക്കോട് വെച്ച് പോലീസ് ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട പ്രതി പിടിയിലായിട്ടുണ്ട്. വയനാട്ടിൽ ഇന്നോവ കാർ തട്ടിയെടുത്ത കേസിലെ പ്രതി സുഹാസാണ് അറസ്റ്റിലായത്. തൃശൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. കാർ തട്ടിയെടുത്ത് കുഴൽപ്പണമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാൾ നേരത്തെയും കുഴൽപ്പണം കവർന്ന കേസിലെ പ്രതിയാണ്. വിവരങ്ങളുമായി സൂർജിത്ത് അയ്യപ്പത് വയനാട് ചെയ്യുന്നു. സൂർജിത്ത്, ഇന്നോവ കാർ തട്ടിയെടുത്ത് പിന്നീട് ഉപേക്ഷിച്ച കേസിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. നേരത്തെ തൃശൂരിൽ നിന്ന് പിടികൂടി കോഴിക്കോട് എത്തിക്കും വഴിയാണ് രക്ഷപ്പെട്ടത്. എന്താണ് ഈ കേസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? കൂടുതൽ പ്രതികളുണ്ടോ ഇതിൽ? തീർച്ചയായും സുഹൈൽ ഇതിൽ 7 പ്രതികളെയാണ് ഇപ്പോൾ സുഹാസ് അടക്കം 7 പ്രതികളെയാണ് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വ്യവസായിയായിട്ടുള്ള കോഴിക്കോട് കാരാപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള സന്തോഷ് കുമാറിന്റെ ഇന്നോവ കാർ ആക്രമിച്ച് ഇവരെ മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി, കാർ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. നടന്നത് മുത്തങ്ങ ദേശീയപാതയിലാണ്. ദേശീയപാതയിൽ കല്ലൂർ 67 പാലത്തിന് സമീപം വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. ഇതിനുശേഷം അത് മുള്ളംകൊല്ലിയിൽ ഈ കാർ എത്തി വെട്ടിപ്പൊളിക്കുകയായിരുന്നു. ഇതിനകത്ത് കുഴൽപ്പണം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സംഘം, അതായത് ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുള്ള സംഘം എന്ന് പറയുന്നത് കുഴൽപ്പണം തട്ടിയെടുക്കുന്ന ആ സംഘമാണെന്നുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുണ്ട്. സമാനമായ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള അറസ്റ്റിലായ ആളുകൾ എല്ലാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും ഇതിന്റെ അന്വേഷണത്തിന് ചൂടുപിടിച്ച് രാജൻ എന്നയാളെ ആദ്യം അറസ്റ്റ് ചെയ്തു. പാടിച്ചിറ സ്വദേശിയാണ് രാജൻ. രാജന്റെ അറസ്റ്റിന് ശേഷമാണ് അന്വേഷണം തൃശ്ശൂരിലേക്ക് നീങ്ങിയത്. തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള ചില ഗുണ്ടാ സംഘങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ വ്യക്തത വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രാപന്തിയിലേക്ക് അന്വേഷണം നീളുന്നത്. അവിടെ നിന്നും സുഹാസിനെ 3 ദിവസം മുമ്പാണ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുവരുന്നത്. ഇതിനിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് പോലീസിനെ ആക്രമിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു. SI രാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് ആക്രമിച്ച് ഇയാൾ കടന്നു കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. തുടർന്നും പോലീസ് ഇയാൾക്ക് വേണ്ടി വലവിരിച്ചു. 4 സംഘങ്ങളായി തിരിഞ്ഞ് ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നിർദ്ദേശാനുസരണം 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടന്നു വന്നിരുന്നത്. ഈ സംഘം തൃശ്ശൂരിലുണ്ടായിരുന്നു. രാംകുമാറിന്റെ തന്നെ സംഘമാണ് സുഹാസിനെ അറസ്റ്റ് ചെയ്തത്. സുഹാസിനൊപ്പം മറ്റൊരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സതീഷ് കുമാർ എന്നാണ് ഇയാളുടെ പേര്. കോട്ടയം മുണ്ടക്കയം സ്വദേശിയായിട്ടുള്ള സതീഷ് കുമാറാണ് അറസ്റ്റിലായ മറ്റൊരാൾ. കഴിഞ്ഞ ദിവസങ്ങളിലായി പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിൽ ജോജി എന്ന് പറയുന്ന ഒരാളെ, പത്തനംതിട്ട സ്വദേശിയാണ്, ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അയിരൂർ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള സിവിൻ ജേക്കബ്, ഒപ്പം നിഷാന്ത് എന്ന് വിളിക്കുന്ന എടക്കുനി കല്ലൂർ തൃശൂർ സ്വദേശി, അയാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം സുബീഷ് എന്ന് പറയുന്ന പുൽപ്പള്ളി സീതാമൗണ്ട് സ്വദേശി, ഇത് സഹായം ചെയ്തയാളാണ്. ഇത്തരത്തിൽ സീതാമൗണ്ട് പാടിച്ചിറ സ്വദേശികളെ 2 പേരെ സഹായം ചെയ്തു കൊടുത്ത ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ 5 പേരെ കൂടി, ഇപ്പോൾ സുഹാസ് ഉൾപ്പെടെ 5 പേരെ കൂടി പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നീണ്ടു. ബത്തേരി ഡിവൈഎസ്പി ആയിട്ടുള്ള അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം CCTV ദൃശ്യങ്ങളടക്കം നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ ചൂടുപിടിച്ചാണ് തൃശ്ശൂരിലെത്തുകയും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ പേർ ഈ തട്ടിക്കൊണ്ടുപോകലിലുണ്ട്. ഇത് കുഴൽപ്പണ കവർച്ച തന്നെയാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കേസിലെ പലരും നിരവധി ക്രിമിനൽ കേസുകളിൽ നേരത്തെ സമാനമായ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ആ അറസ്റ്റിലേക്ക് വേഗം പോലീസ് കടക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിനകം തന്നെ, അതായത് ഈ സംഭവം ഉണ്ടായ ദിവസങ്ങൾക്കകം തന്നെ 7 പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.